പെരുംപിള്ളിച്ചിറ പഞ്ചായത്ത് LP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പെരുംപിള്ളിച്ചിറ കറുകയിലുള്ള പഞ്ചായത്ത് LP സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നട്ട് ഹരിത സന്ദേശം പകർന്നു. വാർഡ് മെമ്പർ ലൈല കരീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ഷൈസൺ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം, EM ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി ജോസഫ്, ഭീമ അനസ്, വാർഡ് മെമ്പർ സന്ധ്യ ജോജി, പഞ്ചായത്ത് സെക്രട്ടറി ഫസീലട്ടിയെ എന്നിവർ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാലിനി ശശി ചൊല്ലിക്കൊടുത്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് താജ്മോൾ VA, അധ്യാപകരായ ഷിബി മോൾ TH, മജിദ MN, കൃഷി ഓഫീസർ ശ്രീമതി ആർദ്ര ആൻ പോൾ എന്നിവർ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി. ആദ്യമേ തന്നെ എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ നേരുകയാണ്. ലോക പരിസ്ഥിതി ദിനം എല്ലാവർക്കും അറിയാവോ? അപ്പൊ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് ഈ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ എന്നൊക്കെ അതിനകത്ത് വരുന്നത്, നമുക്ക് എന്നൊക്കെയാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കാനുള്ളത്? എന്നൊക്കെയാ വേണ്ടത്? വനവിഭവങ്ങള്, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, കറണ്ട്, ഇതൊക്കെ നമുക്ക് മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്ക് കൂടെ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ ഇതൊക്കെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ പിള്ളേർക്ക്, കുഞ്ഞുങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? എന്നൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ ഇപ്പൊ പാത്രം കഴുകാനും വെള്ളം കുടിക്കാനൊക്കെ എടുക്കുമ്പോ ടാപ്പ് തുറക്കൂലേ? ടാപ്പ് തുറക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ടാപ്പ് പെട്ടെന്ന് അടയ്ക്കുവോ? പെട്ടെന്ന് അടയ്ക്കണം, എങ്കിലേ നമുക്ക് വെള്ളം സൂക്ഷിക്കാൻ പറ്റുള്ളൂ, സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ മിഠായിയൊക്കെ കഴിക്കില്ലേ? മിഠായി കഴിക്കുമ്പോൾ അതിന്റെ കടലാസ് എന്താ ചെയ്യണത്? വേസ്റ്റ് ബാസ്ക്കറ്റിൽ, ഇതുപോലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കണം. ഈ ഇരിക്കണണ്ടില്ലേ ക്ലാസ്സിൽ വെച്ചേക്കണേ? ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പരിസ്ഥിതിയെ കൂടെ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പല കാലങ്ങളിലും പല രീതിയിൽ എല്ലാ പരിസ്ഥിതി ദിനത്തിനും നമ്മൾ തൈകൾ നടുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നട്ട ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ കൂടെ? വീട്ടിലൊക്കെ അടുത്ത പ്രദേശത്തൊക്കെ ചെറിയ വൃക്ഷവും തൈയൊക്കെ നട്ടവരുണ്ടാവും. അപ്പൊ ഇന്നത്തെ ദിവസമെങ്കിലും അതിന്റെ അടുത്തൊക്കെ പോയി അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ചുവടൊക്കെ ഒന്ന് തെളിച്ച്, ഇപ്പൊ മഴയൊക്കെ ആണല്ലോ, ഇപ്പൊ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ അതങ്ങ് വളർന്നു പൊക്കോളും. അപ്പോ നമുക്ക് വെള്ളം സംരക്ഷിക്കണം, വൈദ്യുതി സംരക്ഷിക്കണം, നമ്മുടെ ഈ പച്ചപ്പും നിലനിർത്തണം. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. വലിയ മാറ്റം ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരാൾ ചെയ്താൽ ചിലപ്പോൾ അത് ചെറുതാവും. അപ്പൊ ഞാനൊരാൾ ചെയ്തു, ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് ചെയ്തു, അധ്യക്ഷ ചെയ്തു, വൈസ് പ്രസിഡന്റ് ചെയ്തു, കൃഷി ഓഫീസർ ചെയ്തു, ടീച്ചർമാർ ചെയ്തു, നിങ്ങളും ചെയ്തു. അപ്പൊ വലിയ കാര്യമായില്ലേ ഇത്? അപ്പൊ നമുക്ക് അങ്ങനെ വരും തലമുറയ്ക്ക് വേണ്ടി പരിസ്ഥിതിയെ സംരക്ഷിക്കാം എന്ന് മാത്രം പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഭൂമി എന്റെ അമ്മയാണ്, ജീവനാണ്, ശ്വാസമാണ്. ഇവിടുത്തെ ഓരോ പുൽക്കൊടിയും ഓരോ ഇലപ്പച്ചയും ഓരോ സഹജീവികളും എന്റെ കൂടപ്പിറപ്പാണ്. അതിനാൽ പരസ്പരം സഹവസിക്കുന്ന പ്രകൃതിയുടെ പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ഭാവിക്കായി നമ്മുടെ കാലാവസ്ഥ സംരക്ഷണത്തിനായി പരിസ്ഥിതിക്കും അതിൽ ഉൾക്കൊള്ളുന്ന സമസ്ത ജീവജാലങ്ങൾക്കും കരുതലേകുന്ന കാവലാളാകുമെന്ന് ഞാൻ ഈ പരിസ്ഥിതി ദിനത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ജലം, മണ്ണ്, വായു എന്നിവ മലിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും പ്രകൃതി വിഭവങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കുകയും ചെയ്യും. സമൂഹത്തിലെ ആബാലവൃദ്ധ ജനങ്ങളിലും പരിസ്ഥിതി ബോധം
വളർത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദോഷഫലങ്ങൾ കുറയുന്നതിനായി ഞാൻ ശ്രമിക്കും. പ്രകൃതിയോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും പ്രചരിപ്പിക്കുന്നതിനും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യും. കർഷകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും കൈകോർത്തുകൊണ്ട് ഹരിതവും സുസ്ഥിരവുമായ ഭൂമിയെ ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കാൻ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പിടിച്ച് അത് നടുവും അതിന് വലുതാവുണ്ടോ നോക്കും, അത് ഉണങ്ങിപ്പോയ കറിയൊക്കെ ചെയ്ത് ബാല്യമൊക്കെ സ്കൂൾ കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് തൈ തരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും അടുത്ത വർഷം ഒക്കെ ആയിട്ട് ഞങ്ങൾ തൈ തരും. അപ്പൊ ഞങ്ങൾ അധ്യക്ഷ ഞങ്ങളുടെ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് എന്റെ സ്നേഹത്തോടുള്ള ഐക്യചേട്ടൻ പരിപാടിയുടെ യോഗാധ്യക്ഷ മൃഗഭൂമിയായ വികസന സമിതി അംഗങ്ങൾ ശ്രീ ജോർജിയേട്ട്, കൂടാതെ നമ്മുടെ കാർഷിക വികസന സമിതി അംഗങ്ങളായ KV ജോസഫ്, ജോർജ് തെക്കുംകടത്തിൽ, PTA നൈന, വിദ്യാർത്ഥികൾ, PTA ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ഹരിതവൽക്കരണത്തിന്റെയും ഭാഗമായി വിവിധയിനം വൃക്ഷത്തൈകൾ സ്കൂൾ പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു, വൈസ് പ്രസിഡന്റ് ശാലിനി ശശി, വാർഡ് മെമ്പർ ലൈല കരീം എന്നിവർ ചേർന്ന് വൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു.